എല്ലാവർക്കും സാധിക്കുന്നത് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് ഒരു കിഡിലോസ്കി ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. എങ്ങനെയുണ്ട്? ഒപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ക്രാഫ്റ്റ് എടുക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീറ്റ് ബോയ് ഒരു മച്ചാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മലപ്പുറത്തെ കോട്ടയ്ക്കുള്ള ഒരു മച്ചാൻ. അപ്പം ആ ഒരു ചെറിയൊരു ഭാഗം പോയി കണ്ടിട്ട് വരുമ്പോഴത്തേന് ഇന്നത്തെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. ചവര ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീറ്റ് ബോയുടെ സെയിം ക്രാഫ്റ്റ് മോഡൽ. എടാ ഇത് എന്തൊക്കെ വെച്ചിട്ടാണ് മേഡ് ചെയ്തേക്കുന്നത്? ഇത് ഫോം ഷീറ്റ്. ഇതിൽ ഉണ്ടാക്കുന്നതിന്റെ ഫുള്ള് വീഡിയോ നിന്റെ ചാനലിൽ കിടപ്പുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഓൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പിന്നെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, കയറി നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ സ്ലീറ്റ് ബോയ്. പുളി നമ്മുടെ തിബറ്റിയൻ ഫ്ലാഗ് വരെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ നമ്മളിപ്പം മണിഞ്ഞാണ്, ഇതൊക്കെ നമ്മളിപ്പം വന്ന ഇതിന് വെച്ചാണ്. അപ്പോൾ അത് ഇല്ല, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. എങ്ങനെയുണ്ട്, ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. ചാവര അപ്പം നമ്മുടെ സ്ലീറ്റ് ബോയെ മാത്രമല്ല കേട്ടോ, അപ്പോൾ ഒരുപാട് സെബീദ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ നെപ്പോളിയൻ. മോനെ നോക്കി, പഴയ നെപ്പോളിയൻ, പുതിയ നെപ്പോളിയൻ അല്ല, പഴയ നെപ്പോളിയൻ. പഴയ നെപ്പോളിയൻ്റെ അല്ല ഫുൾ. ഇതൊന്ന് പറഞ്ഞടാ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഇത് എൻ്റെ വീഡിയോയിലില്ലേ? വീഡിയോയിലുണ്ട്. എന്നാലും ഒന്നും കൂടെ പറഞ്ഞോ ജസ്റ്റ്. ഫോം ഷീറ്റ് മെയിനായിട്ട്, പിന്നെ ഇത് പിന്നെ നമ്മളെ കമ്പിന്റെ ഫ്ലവർ കമ്പി. ഇത് പിന്നെ ഹോം ഷീറ്റ് തന്നെയാണ്. ഇത് പിന്നെ വീലിന് മറ്റേ പൈപ്പിന്റെ പീസ് പൈപ്പിന്റെ. എത്ര ദിവസം എടുത്ത് ഉണ്ടാക്കാനായിട്ട്? എത്ര ദിവസം എടുത്ത്? 5 ദിവസം കൊണ്ട്. 5 ദിവസം കൊണ്ട് പണിഞ്ഞിട്ടുള്ള നെപ്പോളിയൻ ആണ് കേട്ടോ. അപ്പൊ അവരുടെ വണ്ടിയുടെ ടയറൊക്കെ അതേപോലെ തന്നെ മുകളിൽ വയ്ക്കുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. നെപ്പോളിയൻ എന്നൊക്കെ അടിച്ചിട്ട്. പക്ഷെ നമ്മുടെ സ്ലീറ്റ് ബോയുടെ പേരും കൂടെ അടിക്കണമായിരുന്നു കേട്ടോ. പക്ഷെ ഇതിലടിക്കാൻ പറ്റൂല അല്ലേടാ, തീരെ ചെറുതായതുകൊണ്ട്. ഗൈസ് അപ്പം എന്തായാലും കൊള്ളാം കേട്ടോ. സംഭവം കഴിവുള്ള കലാകാരനാണ് നോക്കണ്ടേ. സെബീദ് ഓൻ്റെ ചാനൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പം ഇതാണ് സെബീദ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ലീറ്റ് ബോയ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്ന് എടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ നേരിട്ട് വന്ന് എടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പം എന്തായാലും ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ടാവട്ടെ, നിന്റെ ചാനലൊക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പോൾ പക്ഷേ വരെ ഇരുട്ടായി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരമായിട്ട് പിന്നെ വന്ന് വഴിയറിയാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈ വൈകിട്ടായി കേട്ടോ. വണ്ടികൾ കൂടാതെ അവൻ ഉണ്ടാക്കിയിട്ടുള്ള വേറെ ഐറ്റംസ് ആണ് കേട്ടോ അകത്തിരിക്കുന്നത്. ഇതൊക്കെ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോകാൻ പാടാണ്. ഇത് ഈർക്കിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ. ഈർക്കിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, ഇതിന്റെ അടിയിലൊക്കെ മറ്റേ ഇത് ചിരട്ടയല്ലേടാ, ചിരട്ടയൊക്കെ കെട്ടി സെറ്റ് ആക്കിയിരിക്കുന്ന ഒരു വീട്. ഇത് ഈർക്കിൽ തന്നെയല്ലേടാ? ഈർക്കിൽ വെച്ച് ചെയ്തേക്കുന്ന ഒരു ഹൗസ് ബോട്ടാണ് കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേന് കുറച്ച് ജിപ്സി, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ RX അതുപോലുള്ള കുറച്ച് വണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് RX, ഇതൊരു ജിപ്സി, ഇതൊരു ഇന്നോവ, ഇതൊരു ജിപ്സി, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പിന്നെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഓന്റെ പിന്നെ വൺ ടൈം ക്രിയേഷൻ അല്ലേ, വൺ ടൈം ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുണ്ട്. ഒപ്പം തന്നെ വൺ ടൈം ക്രിയേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് നീ വെളി ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ആർക്കെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇൻസ്റ്റയിൽ വൺ ടൈം ക്രിയേഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ബാക്കിയെല്ലാം അവൻ പറഞ്ഞുതരും. ഇത് പാലക്കാട്ടെ ഒരു കിഡിലോസ്കി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അല്ല അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ ഉമ്മാരവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. 94K എന്ന് വെച്ച് കഴിഞ്ഞാൽ 94,000 ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഒരു 6,000 ഫാമിലിയും കൂടെ വന്നു കഴിഞ്ഞാൽ 1,00,000 ഫാമിലി ആവും. അതൊരു ഭയങ്കര ഒരു ഡ്രീമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കറങ്ങി മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ട് വശം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നാണ്ടേ മലമ്പുഴ ഡാം എന്നുള്ള എഴുത്തൊക്കെ കാണാൻ പറ്റും. ഈ അമ്മ ഇവിടെ കുറേ സിപ്പ് ലൈനിൽ കൂടെ കുറേ റോപ്പ് എന്തേത് സ്ഥലം തൂക്കുപാലത്തിൽ കൂടെ നടന്നു പോകല്ലോ. ഒരു തൂക്കുപാലം ഇവിടെ ഉണ്ട്, ഒരെണ്ണം അപ്പുറത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് 2 തൂക്കുപാലം ഉണ്ട്. പിന്നെ ഡാമിൻ്റെ മുകളിലൂടെ ആൾക്കാർ നടക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഇതിനകത്ത് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മുടെ കോഴിക്കോട് പോയപ്പോൾ നമ്മൾ റഹ്മത്തിന്ന് കഴിച്ചു. അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ചെന്നപ്പം പാരീസ് ഹോട്ടൽ, അതുപോലെ തന്നെ പാലക്കാട് വന്നപ്പം NMR ഹോട്ടൽ. ഓരോ ജില്ലയ്ക്കും ഓരോ സ്പെഷ്യലായിട്ടുള്ള ഹോട്ടലുണ്ട്. അപ്പോൾ എന്തായാലും മട്ടൺ ഫുഡ് കാരണം ബിരിയാണി വന്നിട്ടുണ്ട്. ഞാൻ മട്ടനാണ് കഴിച്ചത് കേട്ടോ. അപ്പം ഒരു മുട്ടയുണ്ട്,
നമ്മുടെ നാട്ടിലത്തെ അങ്ങനല്ല കോഴി മുട്ട ഇട്ടോന്ന് ചോദിച്ചാൽ മട്ടറി മുട്ട. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിലത്തെ കണക്കത്തെ അരിയല്ല കേട്ടോ, ഒരു കളർ വ്യത്യാസമുണ്ട്. മസാല മുട്ടയില്ല, ചിക്കൻ മട്ടനിലെങ്ങനെ മുട്ട വന്നു, മട്ടനിൽ മാത്രം മുട്ട. ഓക്കെ, അവിടെ ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ പിന്നെ ഇവിടുത്തെ NMR വിശേഷം. എന്താ റാവുത്തർ ബിരിയാണിയോ? മസാല ബിരിയാണിയാണ് കേട്ടോ. അത് കഴിച്ചിട്ട് പറയാമേ. അപ്പൊ നമ്മള് പാലക്കാട്ട് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വന്നു. ഇപ്പൊ നിൽക്കുന്നത് ബ്രിട്ടീഷ് പാലം അല്ലേടാ? ബ്രിട്ടീഷ് പാലം അല്ലേടാ? പാലക്കാട്ടെ ബ്രിട്ടീഷ് പാലത്തിന്റെ മുകളിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് വ്യൂ. അവിടെ നിന്ന് ഇങ്ങനെ വരാം. നമ്മുടെ ചിറ്റൂരോട്ട് പോകുന്ന റൂട്ടിന്റെ സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നാളെ വെളുപ്പിനെ നമ്മൾ ഇവിടുന്ന് നേരെ ഇടുക്കിക്ക് വിടും കേട്ടോ. അപ്പം അവിടെ നിന്നൊരു കനാൽ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.